നമ്മൾ ഒരുപാട് കേട്ടൊരു കഥയാണല്ലേ സീതാരാമലക്ഷ്മണന്മാരുടെ വനവാസം എന്ന് പറയുന്നത്. അപ്പോൾ ആ ഒരു ഭാഗത്താണ് കേട്ടോ ഇപ്പം ഞങ്ങൾ എത്തി നിൽക്കുന്നത്. അപ്പോൾ അതിൽ ഭരതവിലാപമൊക്കെയാണ് ഞങ്ങൾ വായിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ എന്തായാലും രാമായണ വായന അങ്ങനെ നടക്കുന്നുണ്ട്. ആദ്യത്തെ 12 ദിവസങ്ങളിൽ രാമായണ വായനയും അതുപോലെ തന്നെ നോലുമ്പൊക്കെ ആയിട്ട് വിജയകരമായിട്ട് നമ്മൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. അതിൻ്റെ ഓരോ ദിവസത്തെ വീഡിയോസും ഞാൻ ഇട്ടിട്ടുണ്ട്. അപ്പോൾ എന്തായാലും ഇന്നത്തോടു കൂടി രാമായണ സീരീസ് അല്ലെങ്കിൽ കർക്കിടക സീരീസ് കഴിയാണ് കേട്ടോ. അപ്പോൾ എന്നും ചെയ്യുന്നത് പോലെ തന്നെ രാവിലെ എണീറ്റു, ക്ലാസ്സിന് പോയി, തിരിച്ചു വന്ന് നേരെ പോയിട്ട് രാമായണമൊക്കെ വായിച്ചു. അത് കഴിഞ്ഞിട്ട് നേരെ പോയിട്ട് ചായ ഉണ്ടാക്കാനായിരുന്നു കേട്ടോ. ചായയൊക്കെ ഉണ്ടാക്കിയിട്ട് ഇന്ന് നമുക്ക് ഇലയുടെ ആയിരുന്നു കഴിക്കാൻ. വലിയമ്മയാണ് കേട്ടോ, ഞാൻ വൈകുന്നേരം വരുമ്പോഴേക്കും അത് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ഈ അരിപ്പൊടി വെച്ചിട്ടാണല്ലോ ഇലയുടെ ഉണ്ടാക്കുക. അപ്പോൾ ഇന്ന് റാഗി അല്ലെങ്കിൽ ചോളാണ്ടി വെച്ചിട്ടായിരുന്നു കേട്ടോ ഇലയുടെ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. ഉള്ളത്തെ ഫില്ലിങ്സൊക്കെ ഒരുപോലെ തന്നെയായിരുന്നു, പക്ഷെ നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഇതാണെങ്കിൽ ഹെൽത്തിനും നല്ലതാണ്. അങ്ങനെ അതൊക്കെ കഴിച്ച് കഴിഞ്ഞ് പഠിക്കാനും വരുന്നു. അപ്പോൾ ഓക്കെ, ബൈ.